പ്രമുഖ യുവ നേതാവ് ലൈംഗിക ചുവയുള്ള സന്ദേശങ്ങൾ അയച്ചുവെന്നും ഇത് ചോദ്യം ചെയ്തപ്പോൾ വെല്ലുവിളിച്ചുവെന്നും നടി റിനി ആൻ ജോർജ് വെളിപ്പെടുത്തി. താൻ പരാതി നൽകുമെന്ന് പറഞ്ഞപ്പോൾ പോയി പറയെന്ന് പരിഹാസത്തോടെയാണ് അയാൾ പ്രതികരിച്ചതെന്നും റിനി വ്യക്തമാക്കി. നേതാവിന്റെ പേരോ രാഷ്ട്രീയ പാർട്ടിയോ വെളിപ്പെടുത്താൻ റിനി തയ്യാറായില്ല. എന്നാൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഉന്നത സ്ഥാനങ്ങൾ ലഭിക്കുന്നത് കാണുമ്പോൾ ദുഃഖമുണ്ടെന്ന് അവർ പറഞ്ഞു. ഇത്തരക്കാരെ ഇനിയും നേതൃത്വ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരരുത് എന്ന് റിനി ആവശ്യപ്പെട്ടു. റിനി ആൻ ജോർജും യുവനേതാവും തമ്മിലുള്ള പരിചയം സോഷ്യൽ മീഡിയ വഴിയാണ് തുടങ്ങിയത്. ആദ്യഘട്ടം മുതൽ തന്നെ മോശം സന്ദേശങ്ങൾ അയച്ചിരുന്നുവെന്നും അത് ശരിയല്ലെന്ന് പറഞ്ഞിട്ടും അയാൾ തുടർന്നുവെന്നും റിനി പറയുന്നു. ഏകദേശം 3.5 വർഷം മുൻപാണ് ഈ സംഭവം നടന്നത്. സന്ദേശങ്ങൾ അയച്ച സമയത്ത് അയാൾ ജനപ്രതിനിധി ആയിരുന്നില്ല, പിന്നീട് മാത്രമാണ് ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിയത്. അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്നതിനു പുറമെ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് തന്നെ ക്ഷണിച്ചതായും റിനി ആരോപിച്ചു. തനിക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാത്തതുകൊണ്ടാണ് ഇതുവരെ ഔദ്യോഗികമായി പരാതി നൽകാത്തതെന്നും എന്നാൽ ഇയാളെക്കുറിച്ച് പരാതിയുള്ള മറ്റുള്ളവർ നിയമപരമായി മുന്നോട്ടു പോകണമെന്നും റിനി പറഞ്ഞു. റിനി ഈ വിഷയം ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് അയാൾക്ക് കൂടുതൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുകയാണ് ചെയ്തത് എന്നും വ്യക്തമാക്കി. അതുകൊണ്ടാണ് പേര് വെളിപ്പെടുത്തിയാലും നീതി ലഭിക്കില്ലെന്ന് തനിക്ക് ഉറപ്പുള്ളതെന്നും അവർ പറയുന്നു. പ്രമാദമായ പീഡന കേസുകളിൽ ഉൾപ്പെട്ട നേതാക്കൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് ഈ യുവനേതാവ് തന്നോട് ചോദിച്ചത് ഇയാൾക്ക് ലഭിക്കുന്ന സംരക്ഷണത്തെ സൂചിപ്പിക്കുന്നു. ഓണാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ സർക്കാർ സഹായധന സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ വിദ്യാർത്ഥികൾക്ക് 4 കിലോഗ്രാം അരി വീതം നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള 24,77,327 കുട്ടികൾക്കാണ് പദ്ധതിയുടെ ഗുണം ലഭിക്കുക. അരി വിതരണം ചെയ്യുന്നതിനായി സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ സ്റ്റോക്ക് സർക്കാർ അനുവദിച്ചു. അരി നേരിട്ട് സ്കൂളുകളിൽ എത്തിക്കുന്നതിനുള്ള ചുമതല സപ്ലൈകോയ്ക്ക് നൽകിയിട്ടുണ്ട്. ഇതിനായി നിലവിലെ കടത്തുകൂലിക്ക് പുറമെ കിലോഗ്രാമിന് 50 പൈസ അധികമായി നൽകും. ജില്ലകളിൽ സ്റ്റോക്ക് കുറവുണ്ടെങ്കിൽ സമീപ ജില്ലകളിലെ ഡിപ്പോകളിൽ നിന്ന് അരി എത്തിച്ച് വിതരണം നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതുമൂലമുണ്ടാകുന്ന അധിക ചെലവ് നിലവിലെ കടത്തുകൂലി നിരക്കിനുള്ളിൽ തന്നെ നിയന്ത്രിക്കാമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. 5 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിന് അറസ്റ്റിലായി 30 ദിവസം ജയിലിൽ കഴിയേണ്ടി വരുന്ന മന്ത്രിമാർക്ക് 1 മാസത്തിനകം സ്ഥാനം നഷ്ടപ്പെടുന്ന വിവാദ ബിൽ ലോക്സഭയിലെ പ്രതിപക്ഷ ബഹളത്തിനൊടുവിൽ പാർലമെന്റിന്റെ സംയുക്ത സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ബില്ലിനെതിരെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 മണിവരെ നിർത്തിവെച്ച സഭ വീണ്ടും സമ്മേളിച്ചപ്പോഴും പ്രതിഷേധം തുടർന്നതോടെ വൈകിട്ട് 5 മണിവരെ നിർത്തിവെച്ചു. ബിൽ കീറിയെറിഞ്ഞായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. 3 മണിക്ക് ശേഷവും ബഹളം തുടർന്നു. മുദ്രാവാക്യം വിളികളുമായി പ്രതിപക്ഷം രംഗത്തെത്തിയതോടെ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ കയ്യാങ്കളിയിലേക്ക് നീങ്ങിയതും ബിൽ പാർലമെന്റ് സംയുക്ത സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടതും. സഭ വൈകിട്ട് 5 മണിവരെ നിർത്തിവെക്കുകയാണെന്നറിയിച്ച സ്പീക്കർ പ്രതിപക്ഷം സഭയിൽ മാന്യത പുലർത്തണമെന്നും വിമർശിച്ചു. വിവാദ ബില്ലിനെ പ്രതിപക്ഷം ചോദ്യശരങ്ങൾ കൊണ്ട് മൂടി. അമിത്ഷാ മുൻപ് അറസ്റ്റിലായിട്ടുണ്ട്, രാജിവെക്കുമോ എന്നും KC വേണുഗോപാൽ ചോദിച്ചു. കേസെടുത്തപ്പോൾ രാജിവെച്ചുവെന്നായിരുന്നു അമിത്ഷായുടെ മറുപടി. തന്നെ കുറ്റവിമുക്തനാക്കുന്നതുവരെ ഒരു പദവിയും ഏറ്റെടുത്തില്ലെന്നും അമിത്ഷാ മറുപടി പറഞ്ഞു. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് തന്ത്രമാണ് ബില്ലെന്ന പ്രിയങ്ക ഗാന്ധി ലോക്സഭയിൽ പറഞ്ഞു. നാളെ നിങ്ങൾക്ക് ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഏതു തരത്തിലുള്ള കേസും ചുമത്താം, ശിക്ഷിക്കപ്പെടാതെ 30 ദിവസത്തേക്ക് ജയിലിലിടാം, അദ്ദേഹത്തെ മുഖ്യമന്ത്രി കസേരയിൽ നിന്നും പുറത്താക്കാം. ഇത് തികച്ചും ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവും നിർഭാഗ്യകരവുമാണെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. പ്രധാനമന്ത്രിയെ ആര് അറസ്റ്റ് ചെയ്യുമെന്നായിരുന്നു അസദ്ദീൻ ഉവൈസിയുടെ ചോദ്യം. രാജ്യത്ത് പോലീസ് രാജ് നടപ്പിലാക്കാനാണ് BJP ആഗ്രഹിക്കുന്നത്. അധികാരം ശാശ്വതമല്ലെന്ന BJP മറക്കുകയാണെന്നും ഉവൈസി പറഞ്ഞു. ഓൺലൈൻ ഗെയിമിംഗ് ബിൽ പാസാക്കി ലോക്സഭ. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെയാണ് ബിൽ പാസാക്കിയത്. ഓൺലൈൻ ഗെയിമുകളുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ നിരോധിക്കുന്നതിനും ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും അത്തരം ഗെയിമുകൾക്ക് ഫണ്ട് കൈമാറുന്നതിൽ നിന്നും തടയുന്നതുമാണ് നിയമം. ഡിജിറ്റൽ ആപ്പുകൾ വഴിയുള്ള ചൂതാട്ടത്തിന് പിഴകൾ ഏർപ്പെടുത്താനും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിന് ഓട്ടോമാറ്റിക് ഗിയറുള്ള കാർ, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവ ഉപയോഗിക്കാൻ പാടില്ല എന്നടക്കമുള്ള നിബന്ധനകൾ മാറ്റം വരുത്തി മോട്ടോർ വാഹന വകുപ്പ്. പഴയ ഉത്തരവിൽ ഭേദഗതി വരുത്തി പുതിയ സർക്കുലർ പുറമിറങ്ങി. ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് ഭേദഗതി. വരുണൻ സൂര്യൻ തമ്മിൽ പ്രളയകാലം സൃഷ്ടിക്കുന്ന വീഡിയോ, ശരത് കുമാർ മൈനസ് ശ്രീദേവി മൈനസ് പ്രണയം, ഇവരുടെ വീഡിയോയുമായി ബന്ധപ്പെട്ട പുതിയ വിവാദമാണ് പുറത്തുവന്നത്. ഐരൺ മെയ്ഡൻ ആദ്യമായി കൈറ്റെട്ടിയതായ അവസാന എൻട്രി വസ്ചത് പാട്ട് ഇടണമെന്നാണ് ലിപികളുടെ ആഗ്രഹം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് വരുൺ നേതാവിലേക്ക് എൻട്രി പാസാക്കുന്നതിന്റെ കെയറിന് വേണ്ടിയാണെന്ന് സോഷ്യൽ മീഡിയയിൽ വിമർശനം. മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ ലൈസൻസ് എടുക്കാൻ ഹാൻഡിലിൽ ഗിയറുള്ള വാഹനം പാടില്ല എന്ന നിബന്ധനയിലും ഒഴിവാക്കി.
ലൈഫ് പദ്ധതി പ്രകാരം നിലവിൽ നിർമ്മാണ പുരോഗതിയിലുള്ള 1,27,601 വീടുകൾക്ക് വായ്പ വിഹിതം ലഭ്യമാക്കുന്നതിന് 1,100 കോടി രൂപയും ലൈഫ് ലിസ്റ്റിൽ പട്ടികജാതി പട്ടികവർഗ ഗുണഭോക്താക്കൾ കൂടുതലായി ഉൾപ്പെട്ടിരിക്കുന്ന ഗ്രാമപഞ്ചായത്തുകളിലെ ഈ വിഭാഗത്തിൽപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ഭവന നിർമ്മാണ ധനസഹായം അവധിക്കുന്നതിന് 400 കോടി രൂപയും ഉൾപ്പെടെ ആകെ 1,500 കോടി രൂപ സർക്കാർ ഗ്യാരണ്ടിയോടെ ഹഡ്കോയിൽ നിന്നും KURDFC മുഖേന വായ്പയെടുക്കുന്നതിന് തത്വത്തിൽ അനുമതി നൽകി. 2025-26 750 കോടിയും 2026 750 കോടിയും എന്ന രീതിയിലാണിത്. വായ്പയുടെ മുതൽ തിരിച്ചടവ് 15 വർഷം കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന ഫണ്ടിൽ നിന്നും കുറവ് ചെയ്ത് KURDFC മുഖേന ഹഡ്കോയ്ക്ക് നൽകും. വായ്പയുടെ പലിശ സർക്കാർ ഓരോ വർഷവും ബജറ്റ് വിഹിതത്തിൽ നിന്നും ഒടുക്കും. പട്ടികവർഗക്കാർക്ക് ഓണസമ്മാനം നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സംസ്ഥാനത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ പെൻഷൻകാരൊഴികെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള അർഹരായ 52,864 പട്ടികവർഗക്കാർക്ക് 1,000 രൂപ വീതം 2025 ഓണസമ്മാനമായി നൽകും. ഈ ഇനത്തിലുള്ള ചെലവിനായി 5,28,400 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിക്കും. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ബോണസ് നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് 2024-25 സാമ്പത്തിക വർഷത്തെ ബോണസ് നൽകുന്നത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കും. വ്യവസായ ആസൂത്രണ സാമ്പത്തിക കാര്യവകുപ്പിന്റെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണിത്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലായി ആരംഭിച്ച പുതിയ 5 ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളിൽ പുതിയ തസ്തികകൾ സൃഷ്ടിക്കും. ഈ ജില്ലകളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ തസ്തികകൾ ഓരോന്ന് വീതം സൃഷ്ടിക്കും. തിരുവനന്തപുരം നഴ്സിംഗ് കോളേജ് അനക്സിൽ 2 അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളും 1 അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയും സൃഷ്ടിക്കും. ആകെ 7 അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളും 6 അസോസിയേറ്റ് പ്രൊഫസർ തസ്തികകളുമാണ് സൃഷ്ടിക്കുക. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ പുതുതായി ആരംഭിച്ച 9 KSBCFL വെയർഹൌസുകളിൽ മേൽനോട്ടത്തിനായി 3 എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ, 3 പ്രിവന്റീവ് ഓഫീസർ, 3 സിവിൽ എക്സൈസ് ഓഫീസർ എന്നീ 3 തസ്തികകളും 1 വർഷത്തേക്ക് സൃഷ്ടിക്കും. കാസർഗോഡ് പെർഡാല നവജീവൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST ഫിസിക്സ്, HSST കെമിസ്ട്രി, HSST മാത്തമാറ്റിക്സ് എന്നിവയിൽ ഓരോ ജൂനിയർ തസ്തിക വീതം സൃഷ്ടിക്കും. HSST ബോട്ടണി, HSST സുവോളജി എന്നീ ജൂനിയർ തസ്തികകൾ HSST-ആയി അപ്ഗ്രേഡ് ചെയ്യും. CPAT-ന്റെ മാനേജിംഗ് ഡയറക്ടറായി വിരമിച്ച IHRD അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ P. സുരേഷ് കുമാറിന് പുനർനിയമനം നൽകും. സെക്രട്ടേറിയറ്റിലും വകുപ്പ് അധ്യക്ഷന്മാരുടെ കാര്യാലയങ്ങളിലും 31/5/2025 വരെ കുടിശ്ശേരിയുള്ള ഫയലുകൾ തീർപ്പാക്കുന്നതിന് 2025 ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ നടത്തുന്ന ഫയൽ അദാലത്തിന്റെ പുരോഗതി മന്ത്രിസഭായോഗം വിലയിരുത്തി. ഫയൽ തീർപ്പാക്കലിൽ മുൻപ് തീരുമാനിച്ച പ്രകാരം പുരോഗതി കൈവരിക്കാത്ത വകുപ്പുകളിൽ ഊർജിതമായ നടപടികൾ സ്വീകരിക്കുന്നതിനായി യോഗം വിളിച്ചു ചേർക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരെയും സെക്രട്ടറിമാരെയും ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചു. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിക്കുന്നതിന് വിവിധ വകുപ്പുകൾ സമർപ്പിച്ച പദ്ധതികൾ അംഗീകരിച്ചു. പൊതുമരാമത്ത് വകുപ്പിന്റെ പത്തനംതിട്ട ജില്ലയിലെ 3 റോഡുകൾ, കൊല്ലം ജില്ലയിലെ 9 റോഡുകൾ, തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഇടുക്കി വട്ടവട പഞ്ചായത്തിലെ 3 റോഡുകൾ എന്നീ പ്രവൃത്തികളാണ് അംഗീകരിച്ചത്. കുറ്റ്യാട്ടിൽ യുവതിയെയും ആൺസുഹൃത്തിനെയും പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തി. ഉരുവച്ചാൽ സ്വദേശി പ്രവീണ, കുട്ടാവ സ്വദേശി ജിജേഷ് എന്നിവരെയാണ് പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. യുവതിയുടെ നില ഗുരുതരമാണ്. ഇരുവരെയും പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇന്ന് ഉച്ചയ്ക്ക് 2-നാണ് സംഭവം. യുവതിയുടെ വീട്ടിനകത്താണ് ഇരുവരെയും കണ്ടെത്തിയത്. പുക ഉയരുന്നത് കണ്ട് സമീപവാസികൾ നോക്കിയപ്പോഴാണ് വീട്ടിൽ ഇരുവരെയും കണ്ടെത്തുന്നത്. യുവതിയുടെ പിതാവും മാതാവും 2 കുട്ടികളും ഒരുമിച്ചാണ് താമസമെങ്കിലും സംഭവം നടക്കുമ്പോൾ ഇവർ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ജിജേഷ് വീട്ടിലേക്കെത്തി പ്രവീണയെ തീകൊളുത്തിയ ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നുവെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക വിവരം. പ്രവീണയുടെ ഭർത്താവ് ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. ജിജേഷും പ്രവീണയും തമ്മിൽ ഏറെ നാളത്തെ സൗഹൃദമുണ്ടെന്ന് പോലീസ് പറയുന്നു.